സുഹൃത്തുക്കളെ, എവരിത്തിങ് ഹാപ്പൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ അമേരിക്കൻ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ 18 ദിവസമായി. ലോകം ആശങ്കയിലാണ്. അമേരിക്ക ആദ്യം വിചാരിച്ച മാതിരി ഒരാഴ്ചത്തെ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് ഇറാനെ തകർത്ത് റജീം ഭരണമാറ്റം നടക്കുമെന്ന് വിചാരിച്ചതെല്ലാം വൃഥാവിലായി. ലോകം ഒന്നിനൊന്ന് ആശങ്കയിലാണ് ഇപ്പോഴുള്ളത്. ഹോർമോസ് അടയ്ക്കപ്പെട്ടു. അമേരിക്ക എല്ലാ രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും യൂറോപ്യൻ യൂണിയനും ഒക്കെ വന്ന് സഹായിക്കണം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം എന്നൊക്കെ അഭ്യർത്ഥിക്കുന്നു. പക്ഷേ ആരും വരുന്നില്ല. അവരാരും അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി വരുന്നില്ല. അമേരിക്ക ലോക പോലീസാണ്, ഒപ്പം ഇസ്രയേലും ഉണ്ട്. ലോകത്തിൻ്റെ കാര്യം അമേരിക്ക ഫസ്റ്റ് എന്നാണ് പറഞ്ഞത്. ധാരാളം യുദ്ധക്കപ്പലുകളും വിമാനവാഹിനികളും ഒക്കെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലും ഗൾഫ് ഓഫ് ഒമാനിലൊക്കെ ഉണ്ട്. അപ്പോൾ ജർമ്മനി പറഞ്ഞു, ലോക പോലീസായ അമേരിക്ക നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഞങ്ങൾ 2-3 യുദ്ധക്കപ്പലുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് തുറക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ ചൈനയും റഷ്യയും ഡയറക്റ്റ് ആക്ഷൻ എടുക്കുന്നില്ല. അവരും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. അവർ രഹസ്യമായിട്ട് ഇറാനെ സഹായിക്കുന്നു, ഇൻ്റലിജൻസും അല്ലാത്ത ഇതുമൊക്കെ സഹായിക്കുന്നുണ്ടെന്ന് അമേരിക്ക ആരോപിക്കപ്പെടുന്നു. എങ്ങനെയാണെങ്കിലും യുദ്ധം ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. അതിശക്തമായിട്ട് ഇറാൻ ഇസ്രായേൽ അമേരിക്ക വാർ, അവർ തുടങ്ങി വെച്ച വാർ പ്രതിരോധിച്ചു. അത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് സുഹൃത്തുക്കളെ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പുതിയ മീഡിയകളിലും ഇൻ്റർനാഷണൽ ചാനലുകളിലൊക്കെ വരുന്നു, എങ്ങനെയാണ് ഇറാൻ ഈ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തെ തടഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പ്രത്യാക്രമണം നടത്തിയത്, പ്രതീക്ഷിക്കുന്നതിനപ്പുറം എങ്ങനെയാണ് റെജീം ചേഞ്ച് ഭരണമാറ്റം ഉണ്ടാകാതെ ഇറാൻ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാകുന്നതൊക്കെ പദ്ധതിയൊക്കെ ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ നടക്കുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ആയത്തുള്ള ഖുമൈനി അദ്ദേഹം ഇങ്ങനെ യുദ്ധം ഇമിനൻ്റാണ്, യുദ്ധം ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉന്നത കൗൺസിൽ, അവരുടെ ഉന്നത വാർ കൗൺസിലിൻ്റെ ഹെഡായിട്ട് അലി ലാറിജാനിയെ തിരഞ്ഞെടുത്തു. അലി ലാറിജാനി വിദേശ വിദ്യാഭ്യാസം ഉള്ള ആളും മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസിലും അതോടൊപ്പം തന്നെ ഡോക്ടറേറ്റും അതോടെ ഗണിതശാസ്ത്രജ്ഞനുമൊക്കെ ആയിട്ടുള്ള പ്രഗത്ഭനായ വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള അദ്ദേഹത്തെ ഈ ഫുൾ സെക്യൂരിറ്റിയുടെ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു ടോപ്പ് ലെവലിന് എന്ത് പറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ആര് ടേക്ക് ഓവർ ചെയ്യും, അങ്ങനെ ഓരോ കമാൻഡും 4 വീതമുള്ള ആളുകളായി തിരിച്ച് ഒന്ന് സംഭവിച്ചാൽ അടുത്ത ആര് ഏറ്റെടുക്കണം, എങ്ങനെ ഏറ്റെടുക്കണം എന്നൊക്കെയുള്ളതായ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. ഈ പ്ലാനിങ് ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടിയായത്. യുദ്ധം അവർ വിചാരിച്ച മാതിരി നടക്കാതെ പോയി, റെജീം ചേഞ്ച് ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ വളരെ അധികം നയതന്ത്രപരമായിട്ട് മറ്റുള്ള പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളെ, UAE, ഖത്തർ, ഒമാൻ, ദോഹ, സൗദി അറേബ്യ, മസ്കറ്റ് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിച്ച് ആകപ്പാടെ യുദ്ധം ഒരു വൺ വേ ട്രാഫിക് പോലെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടി കൊടുത്തു. ഇസ്രായേലും അമേരിക്കയൊന്നും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു ലോകരാഷ്ട്രങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളെയൊക്കെ നയതന്ത്രപരമായിട്ട് അവർ കൈകാര്യം ചെയ്തു. ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയെന്നാണ് ഇപ്പോൾ അമേരിക്ക കരുതുന്നത്. അതിനു വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ പറയുന്നു, നെഗോസിയേഷൻസിന് ഞങ്ങൾ തയ്യാറാണ്. നെഗോസിയേഷൻസ് ഉള്ളിൽ കൂടെ അണ്ടർഗ്രൗണ്ടായിട്ട് നടത്തുന്നു. പുറമേ യുദ്ധം ജയിച്ചു എന്ന് പറയും, ഉള്ളിൽ കൂടെ ഒത്തുതീർപ്പും നെഗോസിയേഷൻ നടത്തി യുദ്ധത്തിൽ നിന്ന് പിൻവലിയാനാണ് ഇപ്പോൾ അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ,
ഇറാൻ പറയുന്നു യുദ്ധം നിങ്ങളാണ് തുടങ്ങി വെച്ചത്, ഞങ്ങൾ തീരുമാനിക്കുമെന്നും നിർത്തണമെന്നുള്ളത്. എന്താണേലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്. എങ്ങനെയാണെങ്കിലും ലോകം ഇപ്പോൾ ആശങ്കയുടെ മുൾമുനയിലാണ്. ഓൾറെഡി ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും തുടങ്ങിക്കഴിഞ്ഞു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കൂടെയാണ് ലോകരാജ്യങ്ങളുടെ 20%, 30%, 20-30% എല്ലാ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ഗ്യാസും CNG-യും LNG-യും LPG-യും ഒക്കെ കടന്നു വരുന്നത്. ഇതൊക്കെ ബ്ലോക്കേഡ് ചെയ്തിട്ട് ആ ബ്ലോക്ക് ഹോർമൂസ് പിടിച്ചെടുക്കുമെന്നും ഹോർമൂസിൽ കൂടെ അകമ്പടി സേവിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടക്കുന്നില്ല. വേറെയുള്ള രാഷ്ട്രങ്ങളൊന്നും അധികം ഹെൽപ്പ് ചെയ്യൊന്നുമില്ല അമേരിക്ക ചൈനയുടെ സഹായം, ജപ്പാൻ്റെ സഹായം, മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ യൂറോപ്യൻ യൂണിയൻ്റെ സഹായമൊക്കെ ചോദിക്കുന്നു. അവരാരും അത്ര താല്പര്യം കാണിക്കുന്നില്ല. അവർ എന്താണ് താല്പര്യം കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് സ്ട്രാറ്റജിക്കലി ഇറാൻ്റെ സദേൺ ഭാഗത്താണ്. നോർത്ത് വളരെ 21 മൈൽ വിസ്തൃതിയുള്ള ഒരു കോറിഡോറാണ്. അവിടെ ഈ മൈനും ഡ്രോൺസും മിസൈൽസും ഒക്കെ വെച്ച് കപ്പലിന് നാശം വരാമെന്നല്ലാണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വളരെ താത്വികമായി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വിടുവിപ്പിക്കാൻ, അത് ഫ്രീ ആക്കുവാൻ എളുപ്പമുള്ള കാര്യമല്ല. ഓരോ രാജ്യങ്ങളുടെയും സൈനികർക്ക് അതിഭയങ്കരമായ സൈനിക നാശമുണ്ടാവും. അതോടൊപ്പം തന്നെ വലിയ കപ്പലുകളും എയർക്രാഫ്റ്റ് കാരിയറുകളും ഫൈറ്ററും ഉള്ള യുദ്ധക്കപ്പലുകൾ നശിപ്പിക്കപ്പെടും. അത് യുദ്ധം അതിതീവ്രമാവും. മറ്റുള്ളവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ലോകമഹായുദ്ധം തന്നെ ചിലപ്പോൾ സംഭവിക്കാം. അതിനാൽ മറ്റുള്ള രാജ്യങ്ങൾ സെൻസിബിളി ഒരു നെഗോസിയേഷനിലൂടെ, അതായത് ഒരു ഒത്തുതീർപ്പിലൂടെ ഒഴിവായി നിൽക്കുകയാണ് നല്ലതെന്ന് അവർക്കറിയാം. ട്രംപ് പറയുന്ന മാതിരി കേട്ട് കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലമെന്ന് അവർക്കറിയാം. ചിന്താശക്തിയുണ്ട്. അതിലാണ് യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഒക്കെ വിട്ടുനിൽക്കുന്നത്. അവരാരും കൂടുന്നില്ല. കാനഡ അതെ, ഓസ്ട്രേലിയ അതെ, ഇവരാരും കൂടുന്നില്ല. ജപ്പാൻ കൂടുന്നില്ല, ചൈന കൂടുന്നില്ല. ഇന്ത്യ ഓൾറെഡി ഒഴിഞ്ഞു നിന്നു. ഇന്ത്യയുടെ പൊസിഷനാണ് ഇപ്പോൾ കൂടുതൽ സ്വാഗതാർഹമായിട്ടുള്ളത്. ഇന്ത്യ ഒരു ചേരിചേരാ നയം പോലെ ഒരു വശത്ത് അമേരിക്കയുടെ കൂടെയും ഇസ്രയേലിൻ്റെ കൂടെയും വേറൊരു വശത്ത് ഇറാൻ്റെ കൂടെയും ഒക്കെ ഒരു ചേരിചേരാ നയം പോലെ ലോകസമാധാനം എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മുടെ മോഡിജി നിൽക്കുന്നു. അതൊരു താത്വികമായിട്ട് നല്ല ഒരു ഫോറിൻ പോളിസി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കുറയും. ജനങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള ഗ്യാസ്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നാണ്യവ്യവസ്ഥയുടെ, അതായത് എക്കണോമിക് ആയിട്ട് ഒരു ആശ്വാസം ലഭിക്കും ഈ മാതിരിയുള്ള പോളിസിയിൽ. യുദ്ധം ഒന്നിനും ഒരു ശാശ്വതമായ പരിഹാരമല്ല. യുദ്ധം നാശമാണ്. അത് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ചാടിപ്പുറപ്പെട്ട് ആകെ ദുരവസ്ഥയിലായ അവസ്ഥയാണ്. ഇപ്പോൾ 440 കിലോ യുറേനിയം ഇസ്രായേലിൻ്റെ ഇറാൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ യുറേനിയവും കിട്ടിയിട്ടില്ല. 10 ന്യൂക്ലിയർ ബോംബ് അവർക്കുണ്ടാക്കാൻ കഴിയും, 10-15. അത് പേർഷ്യൻ ഗൾഫിലും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ തലയിലിടുമെന്നും പറഞ്ഞാണ് അവർ യുദ്ധം വെട്ടാൻ പൊട്ടിപ്പുറപ്പെട്ടത്. ഇപ്പോൾ യുറേനിയം കിട്ടിയതുമില്ല. യുദ്ധം നടത്തിയത് വെറുതെയുമായി. റെജീം ചേഞ്ച്, ഭരണമാറ്റവും ഉണ്ടായില്ല. ഒരുപാട് മരണങ്ങൾ മാത്രം നടന്നു. ഇസ്രായേലിൽ ഇപ്പം നെതന്യാഹു കാണുന്നില്ല. ഖുമൈനി മരണപ്പെട്ടു. ഇനി അങ്ങനെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ പറയുന്നു മരണപ്പെട്ടോ ഇല്ലയോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയത്തില്ല. അലി ലാറി ജാൻ, ദ ഓപ്പറേഷൻ ഹെഡ്, സൈനിക പ്രവർത്തനങ്ങളുടെ ഹെഡ് മരണപ്പെട്ടോ അതെയോ ഭയങ്കരമായ അപകടം സംഭവിച്ചോ, അത്യാസന്ന നിലയിലാണോ എന്താണെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും ആ സൈനിക സ്ട്രാറ്റജി വിജയിച്ചു. പെട്ടെന്നൊന്നും യുദ്ധം തീരുന്ന ലക്ഷണം കാണുന്നില്ല. ലോകരാഷ്ട്രങ്ങളും മറ്റുള്ളവരെല്ലാം ആശങ്കയിലാണ്. രാജ്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം നിർത്തിയാൽ മതി എന്നുള്ളതാണ്. ജനങ്ങൾ ബുദ്ധിമുട്ടിലേക്കാണ്. ഗ്യാസ് കിട്ടാനില്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കയറി. അമേരിക്കയ്ക്ക് തന്നെ, അമേരിക്കയുടെ ഉള്ളിൽ തന്നെ യുദ്ധത്തിനെതിരായിട്ട് ഭയങ്കരമായ പ്രൈസിങ്ങാണ്. ഇങ്ങനെയൊക്കെയുള്ള
സംഭവവികാസങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകസമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവും, യുദ്ധങ്ങളെല്ലാം നിൽക്കും. ഇങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ ഇത് പറഞ്ഞ് ജനങ്ങൾ തമ്മിത്തല്ലുന്നു. രാഷ്ട്രങ്ങൾ വംശീയമായിട്ട് തന്നെ യുദ്ധം വെട്ടുന്നു, നാശോന്മുഖമാകുന്നു, സമാധാനം നശിപ്പിക്കുന്നു. ഇതൊക്കെ നയതന്ത്രത്തിലൂടെയും നെഗോസിയേഷനിലൂടെയും ചർച്ചയിലൂടെയും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഫോർമുലയുടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ UN ഒക്കെ ശക്തിപ്പെടുത്തിയാണ് ലോകരാഷ്ട്രങ്ങൾ നീങ്ങേണ്ടത്. ഇതിനു പകരം സ്വാർത്ഥത, ലോകം എല്ലാവരുടെയുമാണ്, ലോകം ഒരു കൂട്ടരുടെ തന്നെയല്ല, വെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ തൻ്റെ ഇസങ്ങളും തൻ്റെ തത്വസംഹിതകളും അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ഈ പ്രയാധിക്യം ചെന്ന ഈ നേതാക്കൾ ഇവരൊക്കെ എന്നാണ് ഇത് പഠിക്കുക എന്നുള്ളത്. ബരാക് ഒബാമ പറഞ്ഞ മാതിരി ഈ പടുകളവന്മാരാണ് ലോകത്തിന് കുഴപ്പങ്ങളുണ്ടാക്കുന്നത്, ഭൂരിഭാഗവും സമാധാനമില്ലായ്മ ഉണ്ടാക്കുന്നതെന്ന് ബരാക് ഒബാമ പറഞ്ഞു, മുൻ അമേരിക്കൻ പ്രസിഡൻറ്റ്. എന്ന് പറഞ്ഞതുപോലെ ഇവർക്കൊക്കെ എന്നാണ് വിവേകം വെക്കുക എന്നുള്ളത് ആണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയാണെങ്കിലും സാധാരണക്കാരും പാവപ്പെട്ടുമായ ജനങ്ങളാണ് കഷ്ടപ്പെടുന്നത്. ഒരു നേരത്തെ ഭക്ഷണമില്ലാതെയും ഒന്ന് കിടക്കാൻ ഒരു കിടപ്പാടമില്ലാതെയും തലചായ്ക്കാൻ ഒരിടമില്ലാത്തതല്ല കോടിക്കണക്കിന് പാവം പിടിച്ച മനുഷ്യവംശം നരകയാതന അനുഭവിക്കുമ്പോൾ ഈമാതിരിയുള്ള യുദ്ധവും ഈമാതിരിയുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാട് വെട്ടിപ്പിടിക്കലും ബിസിനസ് മൈൻഡഡുമാണ്. അമേരിക്ക ഈ യുദ്ധം വെട്ടാനുള്ള കാരണം ഇസ്രയേൽ പറഞ്ഞിട്ടാണ്. ഇസ്രയേൽ 47 കൊല്ലമായി ഇറാനുമായിട്ടുള്ള അസ്വാരസ്യത്തിൻ്റെ പേരിലാണ്, വംശീയമായവരുടെ പേരിലാണ് ഈ യുദ്ധം വെട്ടുന്നത്. യുദ്ധം ആരും ജയിക്കുകയില്ല, തോൽക്കുകയുമില്ല, എല്ലാവർക്കും നാശം തന്നെയേ വരത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഈ അനുഭവം കാണുന്നത്. സുഹൃത്തുക്കളെ, എന്താണെങ്കിലും ലോകം കണ്ട ഏറ്റവും അതിഭയങ്കരമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂക്ലിയർ വർഷിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നാശം തന്നെയാണ്. ന്യൂക്ലിയർ ബോംബിൻ്റെ ദുരന്തഫലം ഹിരോഷിമയിലും നാഗസാക്കിയിലും ചെർണോബിളിലും മറ്റുള്ള ന്യൂക്ലിയർ അപകടം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം ലോക ജനത ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഈ ലോകത്ത് ഈ യുദ്ധവും ഈ മാതിരിയുള്ള കലുഷിതമായ ഈ മനുഷ്യനാണ് വലുത്, ജീവനാണ് വലുത്, മനുഷ്യ നന്മയാണ് വലുത്, സ്വാതന്ത്ര്യമാണ് വലുത്, സമത്വമാണ് വലുത്, സമാധാനമാണ് വലുത്, യൂണിറ്റിയാണ് വേണ്ടത്, ഗ്ലോബലൈസേഷനാണ് വേണ്ടത്, ആളുകൾക്ക് സന്തോഷകരമായ സമാധാനപരമായ ജീവിതമാണ് വേണ്ടത് എന്നൊക്കെ വായുകൊണ്ട് പറയുകയും പ്രവർത്തിക്കുന്നത് നേരെ തലതിരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. UN ഇപ്പോഴും നോക്കുകുത്തിയായി, UN ഒന്നൊരു പവറില്ലാതെയായി, സാമ്പത്തിക ഇതില്ലാണ്ടായി. ഇങ്ങനെ ഓരോ രാജ്യങ്ങളുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുന്നത് നല്ലതല്ല. ഇവിടെ ഇസ്രയേലും അമേരിക്കയും ഇറാനും കൂടെ യുദ്ധം വെട്ടുന്നു, എങ്ങനെ ബിസിനസ് വർദ്ധിപ്പിക്കാമെന്നൊക്കെയാണ് ഓരോ രാഷ്ട്രങ്ങൾ നോക്കുന്നത്. അങ്ങനെ തന്ത്രപൂർവം സ്വാർത്ഥേച്ഛ ലാഭേച്ഛ മുതലെടുക്കുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് വാർ എങ്ങനെയാവും എന്നുള്ളത് ഇപ്പോൾ ആളുകളെല്ലാവരും ആശങ്കയോടുകൂടി വീണ്ടും നിരീക്ഷിക്കുകയാണ്. യുദ്ധം ഒന്നിനൊന്ന് തീവ്രമാവുകയാണ്, ഒന്നിനൊന്ന് കൂടുകയാണ്. ഒരു വശത്ത് ഷിയ ഇറാൻ ഒറ്റയ്ക്ക്, സുന്നികളും അമേരിക്കയും ഒക്കെ വേറെ വശത്ത്. എങ്ങനെയാണെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒരു സമാധാനപരമായിട്ട് തിരിച്ചടിക്കാതെ അവർ നിൽക്കുന്നത് വളരെ നല്ലതായ ഒരു കാര്യമാണ്. അത്രയും പ്രകോപനപരമുണ്ടാക്കാതെ, കൂടുതൽ പ്രകോപനമുണ്ടാക്കാതെ, എസ്പെഷ്യലി സൗദി അറേബ്യ, UAE ആൻഡ് ബഹ്റൈൻ, ഒമാൻ, ഖത്തറൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും അവരും സഖി കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ അവരുടെ അവസാന തിരിച്ചടിയാണ്. മേലുകീഴുന്ന ഓട്ടമില്ല, തിരിച്ചടിക്കുക തന്നെ. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഇറാൻ ജനതയുടെ മനോഭാവം. ആ പേർഷ്യൻ സംസ്കാരം അതൊന്നും മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല. 13-ാം നൂറ്റാണ്ട് മുതൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണുള്ളത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. ഔട്ട്.